ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനെറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 17ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗം കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് സാങ്സങ് എന്തിനും റെഡി ആയിട്ട് ഷീലിങ്ങിൻ്റെയും ലോകം മുഴുവൻ്റെയും മുമ്പാകെ വരുന്നതാണ്. അവർ ബാഡ്ലാൻഡിലുള്ളവരെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാങ്സങ് അതിനുശേഷം പതുക്കെ ആ കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നു. ബാഡ്ലാൻഡിലുള്ളവർ വഴിയൊരുക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൾ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ഷീലിങ്ങിൻ്റെ അധികാരിയുടെ നേരെ ഒരു അമ്പ് പാഞ്ഞു വരുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, നിങ്കയുടെ ആക്രമണമായിരുന്നു. നിങ്കയുടെ പാഞ്ഞു വന്നുള്ള ഒളിയാക്രമണം. എന്നാൽ നിഷ്പ്രയാസം ഷീലിങ്ങിൻ്റെ അധികാരി അതിനെ തടുത്തു. അയാൾ അത്രമാത്രം പവർഫുൾ ആണെന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. യേഹോങ്യുവിൻ്റെ നേരെയും ഒരു ആരോ വന്നപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് യേഹോങ്യു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. അതിൻ്റെ ആഘാതം മൂലം ഒരുപാട് ആളുകൾ തെറിച്ച് വീണിരുന്നു. എന്നിട്ടും വളരെ വേഗത്തിൽ നിങ്കെ തുര അമ്പ് വിട്ടുകൊണ്ടേയിരുന്നു. അതുമൂലം ഷീലിങ്ങിലെ കുറേ ആളുകൾ മരിക്കുകയും ചെയ്തു. ഷീലിങ്ങിൻ്റെ അധികാരി കുറേ ആളുകളെ രക്ഷപ്പെടുത്തി. അവസാനം അയാൾ തന്നെ കളത്തിലിറങ്ങുന്നു. ദുഷ്ടനായിട്ടുള്ള കമാൻഡർ ഇതേ സമയം പറയുകയാണ്, നിങ്കെ ഡീമോണിക് കൾട്ടിവേഷനിലെ ഒരു ട്രിക്കാണ് പ്രയോഗിക്കുന്നത്. അവൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. അത് ശരിയായിരുന്നു. അവിടെയൊക്കെ നോക്കിയിട്ട് നിങ്കയെ അവർ കാണുന്നില്ല. വളരെ വേഗത്തിലുള്ള ഒരു ഡീമോണിക് കൾട്ടിവേഷൻ ട്രിക്കാണ് നിങ്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, അവൻ തന്നെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകും. അതിനല്ലേ ഇവിടെ ഡോട്ടർ ഓഫ് ഫെയ്ഡ് ഉള്ളതെന്ന് പറഞ്ഞ് എന്തോ ശക്തി ഉപയോഗിച്ച് സാങ്സങ്ങിനെ അവൻ ആക്രമിക്കുന്നു. സാങ്സങ് ആകട്ടെ അത് കണ്ടിട്ടും അവിടുന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഷീലിങ്ങിൻ്റെ അധികാരിയുടെ ആ ശക്തി അവളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പേ നിങ്കെ അതിന് വട്ടം നിന്ന് അത് തടഞ്ഞു. പാഞ്ഞു വന്ന് അവൻ്റെ വാൾ ഉപയോഗിച്ചാണ് അത് തടഞ്ഞത്. എന്നാലും ആ ശക്തിയാൽ അവനും തെറിച്ചു പോയിരുന്നു. എങ്കിലും വീണില്ല. നിങ്കെ അതിനുശേഷം പറയുകയാണ്, എൻ്റെ ഡെഡ് ബോഡിയിൽ ചവിട്ടിയിട്ട് വേണം സാങ്സങ്ങിനെ എന്തെങ്കിലും ചെയ്യുവാൻ. ഷീലിങ്ങിൻ്റെ അധികാരി അത് കേട്ടിട്ട് പറയുകയാണ്, നിന്നെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. നിന്നെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ നീ എന്നെ നിരാശപ്പെടുത്തി. എങ്കിലും കുഴപ്പമില്ല, നിന്നെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെ ഇപ്രാവശ്യം നടത്തുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് സാങ്സങ്ങിൻ്റെ കുട കൊണ്ടാണ് നിങ്കെ ഇപ്രാവശ്യം തടുക്കുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. അല്പനേരം മാത്രമേ പിടിച്ചു നിൽക്കാനായുള്ളൂ. കുറേ കഴിഞ്ഞപ്പോൾ അവൻ പോയി വീണിരുന്നു. നല്ല ആഘാതം തന്നെ അവൻ അതുവഴി ഏറ്റു. സാങ്സങ്ങിനും അത് കണ്ട് ശരിക്കും ദേഷ്യമാകുന്നു. എന്നാൽ ഷീലിങ്ങിൻ്റെ അധികാരിയുടെ ആ ആക്രമണം അല്പമായിട്ട് അവളെയും ഏറ്റു. അവൾ ദേഷ്യത്തിലായ സമയത്ത് കറുത്ത കാക്കകൾ വന്ന് അവളെ പൊതിഞ്ഞതാണ്. എന്നാൽ അപ്പോഴേക്കും അവൾ ബോധം കെട്ട് വീഴാൻ പോകുന്നു. നിങ്കെ അത് കണ്ട് ചാടി ഓടി വന്ന് അവളെ പിടിക്കുകയാണ്. അപ്പോഴും അവളുടെ ബോധം പോയില്ല. നിങ്കെ പറയുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാകും. സാങ്സങ് പറയുകയാണ്, എനിക്ക് നല്ലവണ്ണം തണുപ്പ് അനുഭവപ്പെടുന്നു, എനിക്കിത് താങ്ങാനാവുന്നില്ല. നിങ്കെ അവളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കഴിവിൻ്റെ പരമാവധി വരെയും നമ്മൾ ഫൈറ്റ് ചെയ്യും. നീ പിടിച്ചു നിൽക്കണം. ഒരുപാട് വിഷമത്തോടെ സാങ്സങ് അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്കെ അപ്പോൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഷീലിങ്ങിൻ്റെ അധികാരിയെയും മറ്റുള്ളവരെയും നോക്കിക്കഴിയുമ്പോൾ സാങ്സങ്ങിന് ശരിക്കും ദേഷ്യമാകുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് വളരെ ഉച്ചത്തിൽ അവൾ ചോദിച്ചുകൊണ്ട് അവളുടെ എല്ലാ ശക്തിയും പുറത്തെടുക്കുന്നു. ആ ശക്തിയാൽ നിങ്കെ പോലും തെറിച്ചു പോകുന്നുണ്ട്. കറുത്ത ഒരു ശക്തി പുറത്തേക്ക് വരുന്നു. അത് അവളെ മാത്രമല്ല, ആ പരിസരമാകെ വലയം ചെയ്തു കഴിയുമ്പോൾ വലിയൊരു ഡാർക്ക്നെസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ആ ശക്തി അവളെ മുകളിലേക്ക് പൊക്കി ഉയർത്തുന്നു. ആകാശത്ത് മേഘങ്ങളെല്ലാം പ്രത്യേക രീതിയിലായിട്ടുണ്ട്. എന്തോ ഒരു കറുത്ത ശക്തിയാണ് അവളെ മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്. യേഹോങ്യു അപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇതാണോ ഇറ്റേണൽ നൈറ്റിൻ്റെ ആരംഭമെന്ന്. സാങ്സങ്ങിൻ്റെ ഒരു ശബ്ദം ഇതേ സമയം ഇങ്ങനെ പറയുന്നതായി കേൾക്കുന്നു. ആ സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു ശക്തി എന്നെ വിഭജിച്ച് കളയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നി. ഞാൻ മരിക്കാൻ പോവുകയാണോ അല്ലെങ്കിൽ എൻ്റെ പുനർജന്മമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അല്പം കഴിയുമ്പോൾ തന്നെ ആ കറുത്ത പുകയും എല്ലാം ഇല്ലാതായി സാങ്സങ് പഴയതുപോലെയാകുന്നു. നിങ്കെ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ഞാനിപ്പോൾ വളരെ പവർഫുൾ ആയതുപോലെ തോന്നുന്നു എന്ന് സാങ്സങ് പറയുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ആർക്കും എന്നെ ഇഷ്ടമല്ല. നിങ്കെ പറയുകയാണ്, ആര് പറഞ്ഞു? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പഴയതുപോലെ തന്നെ. സാങ്സങ് അപ്പോൾ പറയുകയാണ്, എൻ്റെ സ്കിന്ന് ഡാർക്കാണ്, ഞാനിപ്പോൾ ആകാശത്തെ പോലും ഡാർക്കാക്കി. നീ എന്നെ ഇഷ്ടപ്പെട്ടാലും ഈ ലോകം മുഴുവനും ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോഴേക്കും ഷീലിങ്ങിൻ്റെ അധികാരിയും പാഞ്ഞു വന്ന് അവളെ ആക്രമിക്കാൻ പോകുന്നു. ഇപ്രാവശ്യം അവൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് ഷീലിങ്ങിൻ്റെ അധികാരി പ്രയോഗിക്കുന്നത്. അതുമൂലം ചുറ്റിനുമുള്ള പരിസരമാകെ വീണ്ടും ഡാർക്ക് ആകുന്നു. ഒരു വലിയ പ്രകാശം അവൻ്റെ അടുത്ത് നിന്ന് ആകാശം മുട്ടെ ഉയരുന്നു. പിന്നെ അവിടെ വലിയൊരു ഡ്രാഗനെ പോലത്തെ ഒരു ഭീകര സത്വം പ്രത്യക്ഷമാവുകയാണ്. ഷീലിങ്ങിൻ്റെ അധികാരിയുടെ ശക്തി മൂലം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണത്.
ആ സത്വം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ യേഹോങ്യവും ഷീലിങ്ങിലുള്ള മറ്റുള്ളവരും ആ ആക്രമണത്താൽ തെറിച്ചു പോകുന്നുണ്ട്. അത്രമാത്രം പവർഫുൾ ആയിരുന്നു ആ ഭീകര സത്വം. നിങ്കയും ബാഡ്ലാൻഡിലുള്ളവരും ഉടനെ തന്നെ സാങ്സാങ്ങിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അതിനെ ആക്രമിക്കാൻ പോവുകയാണ്. നിങ്കെ ആ ഷീലിങ്ങിന്റെ അധികാരിയെ ലക്ഷ്യം വെച്ചാണ് അമ്പ് ചെയ്യുന്നത്. കാരണം ആ സത്വത്തെ കൺട്രോൾ ചെയ്യുന്നത് ഷീലിങ്ങിന്റെ അധികാരിയാണല്ലോ. എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കുറേ അമ്പുകൾ വിട്ടിട്ടും ഒരു അമ്പ് പോലും ഷീലിങ്ങിന്റെ അധികാരിയുടെ ശരീരത്തിൽ സ്പർശിച്ചില്ല. കാരണം അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തിയാണ് അവൻ്റെ ചുറ്റിനും ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ആക്രമിക്കാൻ വന്ന ബാഡ്ലാൻഡിലുള്ളവരെയെല്ലാം ആ സത്വം നിഷ്പ്രയാസം ഊതി തെറിപ്പിച്ച് കളഞ്ഞു. ഷീലിങ്ങിന്റെ അധികാരിക്കും ആ സത്വത്തിനും ഒന്നും ഏൽക്കാത്തത് കൊണ്ട് തന്നെ നിങ്കയ്ക്കും ആകെ നിരാശയാകുന്നുണ്ട്. അത് കണ്ട് നിങ്കെ മാത്രമല്ല ബാഡ്ലാൻഡിലുള്ള എല്ലാവരും പേടിച്ച് തിരികെ ഓടുന്നു. എന്നിട്ടും സാങ്സാങ് മുന്നോട്ട് തന്നെ നടക്കുന്നു. നിങ്കെ ഓടി വന്ന് സാങ്സാങ്ങിന്റെ കയ്യിൽ പിടിച്ച് അവളെ വലിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങിയതാണ്. എന്നാൽ പിടി കിട്ടിയില്ല. സാങ്സാങ് അതിനുശേഷം ആ കുട ഉപയോഗിച്ച് പാഞ്ഞു ചെന്ന് ആ ഭീകര സത്വത്തെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. അത് അവളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണുമ്പോൾ നിങ്കെ പാഞ്ഞു ചെന്ന് അവളുടെ കാലിൽ ചെന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ടും അവൾ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്കെ അവന്റെ സർവ്വശക്തിയും പ്രയോഗിച്ചു കഴിയുമ്പോൾ അതിന്റെ വേഗത കുറയുന്നുണ്ട്. സാങ്സാങ് നിങ്കയെ കാണുന്നുണ്ട്. അവൾക്ക് അല്പം സന്തോഷമാകുന്നുണ്ടെങ്കിലും ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല. കാരണം എത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അവൾക്കറിയാം. അവൾ തീർച്ചയായും മരിക്കും. അതുകൊണ്ട് സാങ്സാങ് രണ്ടും കൽപ്പിച്ചാണ്. ദുഷ്ടനായിട്ടുള്ള കമാൻഡറും യേഹോങ്യുവും എല്ലാം അത് നോക്കി നിൽക്കുകയാണ്. യേഹോങ്യുവിന് ചെറിയ വിഷമമുണ്ട്. ഫൂസി മറ്റൊരു സ്ഥലത്ത് നിന്ന് തീയിലൂടെ ഇതെല്ലാം കാണുന്നു. എവിടെയായാലും ഫൂസിക്ക് അവൻ്റെ ശക്തി ഉപയോഗിച്ച് അതെല്ലാം കാണാമല്ലോ. ഫൂസി അത്രമാത്രം പവർഫുള്ളാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഫൂസി അവരുടെ നേരെ ഒരു ശക്തി പുറപ്പെടുവിക്കുന്നു. അതുമൂലം ആ ഭീകര സത്വത്തിന്റെ ബന്ധനസ്ഥയിൽ നിന്ന് നിങ്കയും സാങ്സാങ്ങും മോചിതരാകുന്നു. ശേഷം ഇത് അതിര് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫൂസി തന്നെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വരികയാണ്. ഫൂസിയെ കാണുമ്പോൾ നിങ്കി പറയുകയാണ്, മാസ്റ്റർ അവസാനം വന്നുവല്ലേ? ഫൂസി അപ്പോൾ പറയുകയാണ്, ഞാൻ ഒരുപാട് പ്രാവശ്യം അതിനെപ്പറ്റി ആവർത്തിച്ച് ചിന്തിച്ചു. എന്നിട്ടും ഉത്തരം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് നിന്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നത്. നിങ്കി പറയുകയാണ്, അപ്പോൾ അങ്ങ് ഒരു തീരുമാനത്തിലെത്തിയല്ലേ? ഫൂസി പറയുകയാണ്, തീരുമാനമെടുത്തു എന്ന് പറയാനാകില്ല. പക്ഷേ ഒരു തീരുമാനം ഞാൻ എടുത്തു. എൻ്റെ ശിഷ്യനെ ആരും സ്പർശിക്കാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോഴേക്കും ആ ഭീകര സത്വവും ഫൂസിയുടെ ബാക്കിൽ പ്രത്യക്ഷമായിരുന്നു. ഫൂസി ഉടനെ തന്നെ തിരിയുന്നു. ആ ഭീകര സത്വം വലിയൊരു ശക്തി ഫൂസിയുടെ നേരെ വിടുന്നു. അതുമൂലം ഫൂസി അല്പം നീങ്ങുന്നുണ്ട്. ഫൂസിയെ പോലും നീക്കാൻ സാധിച്ചെങ്കിൽ ആ ഭീകര സത്വം അത്രമാത്രം പവർഫുള്ളാണ്. എന്നാൽ തൻ്റെ ശക്തി ഉപയോഗിച്ച് ഫൂസി അതിൻ്റെ ശക്തിയെ ഇല്ലാതാക്കുന്നു. അതിനുശേഷം ഫൂസി ലൂബായുടെ സ്വോർഡിനു വേണ്ടി കരങ്ങൾ ഉയർത്തുകയാണ്. അപ്പോൾ പതുക്കെ ആ സ്വോർഡ് ഫൂസിയുടെ കരങ്ങളിലേക്ക് വരുന്നു. അവിടെ ധ്യാനിച്ചിരിക്കുകയായിരുന്ന ലൂബായ് അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ അനുവാദമില്ലാതെ ഫൂസി ആണെങ്കിൽ പോലും ഈ വാള് കടമെടുക്കാൻ പറ്റില്ല. ഫൂസി ചോദിക്കുകയാണ്, നേരത്തെ മുന്നറിയിപ്പ് നൽകാനോ? അത്രയ്ക്കും ചീപ്പാണോ നീ? ലൂബായും അപ്പോൾ മറുത്തൊന്നും പറയുന്നില്ല. അതിനുശേഷം ഫൂസി ആ വാള് കൊണ്ട് ഭീകര സത്വത്തെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പറയുകയാണ്, ലോകത്തിലെ ഈ വാളിൻ്റെ പവർ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതിനുശേഷം ആ വാള് കൊണ്ട് ഒരു അറ്റാക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് ഛിന്ന ഭിന്നമാകുന്നുണ്ട്. എന്നാൽ പൊടിഞ്ഞു പോയിട്ടും ആ ഭീകര സത്വം വീണ്ടും ഒന്നായി ചേരുന്നു. ഫൂസി അപ്പോൾ പറയുകയാണ്, ആർക്കാണ് നല്ല പല്ലുകൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ശേഷം ആ വാളുകൾ ഫൂസി മൾട്ടിപ്പിൾ വാളുകളാക്കുന്നു. പവർഫുൾ ആയിട്ടുള്ള ആ അറ്റാക്കിലും ഭീകര സത്വം പൊടിഞ്ഞു പോകുന്നു. എന്നാൽ ഉടനെ തന്നെ വീണ്ടും സംയോജിച്ച് അത് ഫൂസിയെ ആക്രമിക്കുന്നു. ഇവിടെ ഫൂസിക്കും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ അതിനെ പരാജയപ്പെടുത്താനായില്ല. കുറേ ആക്രമണമാണ് അതിനെതിരെ നൽകിയത്. വളരെ വേഗത്തിൽ മാഞ്ഞ് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷമായാണ് അതിനെ ആക്രമിച്ചത്. ആ ഒരു വേഗത ഇതിനു മുമ്പ് ആരിലും കണ്ടിട്ടില്ല. അതിനുശേഷം ഫൂസിയുടെ വലിയൊരു പ്രകാശം ആ ഭീകര സത്വത്തെ വിഴുങ്ങിക്കളയുന്നു. അപ്പോഴുണ്ടായ വലിയ പ്രകാശം മൂലം ഷീലിങ്ങിന്റെ അധികാരിയും യേഹോങ്യുവും എല്ലാവരും കുനിഞ്ഞു നിൽക്കുന്നു. അത് നോക്കാനുള്ള ശക്തി അവരുടെ കണ്ണുകൾക്കുണ്ടായിരുന്നില്ല. അതിനുശേഷം തല പൊക്കി നോക്കുമ്പോൾ ഫൂസിയെയും ആ ഭീകര സത്വത്തെയും മാത്രമല്ല നിങ്കയെയും സാങ്സാങ്ങിനെയും കണ്ടില്ല. ഷീലിങ്ങിന്റെ അധികാരി പറയുകയാണ്, ഇതിനു വേണ്ടിയാണ് കാത്തിരുന്നത്. അവസാനം ഫൂസി ഒരു തീരുമാനമെടുത്തു. അവൻ ആരുടെ പക്ഷത്താണെന്ന് ലോകത്തോട് അറിയിച്ചു. ഡോട്ടർ ഓഫ് ഹെയ്ഡിന് വേണ്ടി അവൻ ലോകം മുഴുവനുമെതിരെ തിരിഞ്ഞു. പിന്നെ ആ കുതിരവണ്ടിയിൽ കിടന്നുറങ്ങുകയായിരുന്ന നിങ്കെ എഴുന്നേൽക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ സാങ്സാങ്ങുമുണ്ട്. ഫൂസി എഴുന്നേറ്റ് നിൽക്കുന്നതായി കാണുമ്പോൾ ഫൂസിയോട് ചോദിക്കുകയാണ്, മാസ്റ്റർ എന്താണ് ഇവിടെ? മാസ്റ്റർ അപ്പോൾ പറയുകയാണ്, ഞാൻ എവിടെ ആയിരിക്കണം പിന്നെ? ഉടനെ തന്നെ അവൻ സാങ്സാങ്ങിനെ ചെക്ക് ചെയ്ത് നോക്കുന്നു. സാങ്സാങ് മരിച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ ആശ്വാസമാകുന്നു. നിങ്കെ അപ്പോൾ ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിക്കുന്നു. ഫൂസി പറയുകയാണ്, അതിലൊന്നും ഒരു കാര്യമില്ല.
ശേഷം കുതിരവണ്ടി നിർത്തി അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് നിങ്കെ ഫൂസിയോട് പറയുകയാണ്, ഈ സമയത്ത് ഞങ്ങൾ ജീവനോടെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അങ്ങയെ വീണ്ടും കാണാമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഫൂസി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത് നിന്റെ വാക്കുകൾ തന്നെയാണോ? നീ ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കാറുള്ളത്. നീ എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവനായിരുന്നല്ലോ. നിങ്കെ അപ്പോൾ പറയുകയാണ്, ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് കടന്നുപോയത്. ഞാനിപ്പോൾ ജീവനോടെ തന്നെയുണ്ടോ എന്ന് എനിക്കിപ്പോൾ ഉറപ്പില്ല. ഇതൊക്കെ എൻ്റെ തോന്നലാണോ? ഫൂസി അപ്പോൾ അവൻ്റെ തലയിൽ തട്ടിക്കൊണ്ട് പറയുകയാണ്, നീ മരിച്ചെങ്കിൽ പിന്നെ ഞാൻ ആരോടാണ് ഈ സംസാരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഞാനും മരിച്ചു എന്നാണോ നീ പറയുന്നത്? അപ്പോൾ നിങ്കെ ഇല്ല ഇല്ല എന്നൊക്കെ പറയുന്നു. നമ്മളെല്ലാവരും ജീവനോടെയുണ്ട്. ഫൂസി നിങ്കയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, നീ ജീവനോടെ തന്നെ ഇരിക്കണം. നിങ്കെ അപ്പോൾ സാങ് ഓക്കെ ആണോ എന്നാണ് ചോദിക്കുന്നത്. അവൾക്കൊരു കുഴപ്പമില്ല, അവൾ നന്നായിട്ട് ഉറങ്ങുന്നത് കണ്ടില്ലേ എന്ന് ഫൂസി ചോദിക്കുന്നു. നിങ്കെ അപ്പോൾ പറയുകയാണ്, ഞാൻ ഡോട്ടർ ഓഫ് ഹെയ്ഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഫൂസി പറയുകയാണ്, അവൾ സാങ് ആണിപ്പോൾ. ആ ഭീകര സത്വം ഹെവൻലി ഗോഡിൻ്റെ ഒരു ശക്തിയാണ്. അതിനെ ഞാൻ നേരിട്ട സമയത്ത് അതിൻ്റെ ശക്തിയും ഈ ലോകത്തിൻ്റെ ശക്തിയും സാങ്ങിൻ്റെ ഉള്ളിൽ ഞാൻ പ്രവേശിപ്പിച്ചു. അതുവഴി അവളുടെ ഉള്ളിലുള്ള പവറിനെയൊക്കെ ഞാൻ ബന്ധനസ്ഥതയിലാക്കിയിട്ടുണ്ട്. എന്നാൽ അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും സാങ്ങിൻ്റെ കയ്യിൽ നിന്ന് ചെസ് ബോർഡിൽ ഒരു കരു നിലത്ത് വീണു പോകുന്നു. ഫൂസി അത് കണ്ട് ഒന്ന് ഭയക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നിങ്കെ അപ്പോൾ ഓടിച്ചെന്ന് ആ കരു കരങ്ങളിൽ എടുത്തുകൊണ്ട് പറയുകയാണ്, മാസ്റ്റർ ക്യൂഷൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മുഴുവിപ്പിക്കാൻ അനുവദിക്കാതെ ഫൂസി പറയുകയാണ്, അതൊക്കെ നിർത്തൂ, എനിക്ക് വിശക്കുന്നോ, എന്തെങ്കിലും കഴിക്കാൻ താ. ഫൂസി മനഃപൂർവ്വവും അവനെ പറയാൻ അനുവദിക്കാതിരുന്നതാണ്. നിങ്കെ അത് കേട്ട് പറയുകയാണ്, ഇവിടെ എവിടെയാണ് ഫുഡ് കിട്ടുക ഈ വിജന പ്രദേശത്ത്? അപ്പോൾ ഫൂസി തന്നെ ഫോളോ ചെയ്യാൻ പറയുന്നു. നിങ്കെ ചോദിക്കുകയാണ്, മാസ്റ്റർ എന്നെ രക്ഷിച്ചതുകൊണ്ട് തന്നെ ഷീലിങ്ങും ലോകം മുഴുവനും താങ് സ്റ്റേറ്റിനോടും ദേഷ്യത്തിലായിരിക്കും. അപ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഫൂസി ഫൈറ്റ് ചെയ്യുമോ? ഇല്ല എന്ന് പറയുമ്പോൾ നിങ്കെ പറയുകയാണ്, ലവിങ് പേഴ്സൺ ആയിട്ടുള്ള അങ്ങ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ലോകം താങ് സ്റ്റേറ്റിനെ നശിപ്പിക്കുന്നത് അങ്ങ് വെറുതെ കണ്ടു നിൽക്കരുത്. ഫൂസി അപ്പോൾ പറയുകയാണ്, വെറും ഒരു സാധാരണ മനുഷ്യനായ എനിക്ക് അങ്ങനെ വെറുതെ ആളുകളെ കൊല്ലാനാകുമോ? അതൊക്കെ മീനിങ്ലെസ് ആണെന്ന് പറയുമ്പോൾ നിങ്കെ ചോദിക്കുകയാണ്, പിന്നെ എന്താണ് നിന്നെ സംബന്ധിച്ചിടത്തോളം മീനിങ് ഫുള്ള്? ദൈവങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യണം, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മീനിങ് ഫുള്ള്. എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നിങ്കെ പറയുകയാണ്, മനസ്സിലായില്ല, പക്ഷെ ഭാവിയിൽ മനസ്സിലാകുമായിരിക്കും. അതിനുശേഷം ഫൂസി പറയുകയാണ്, നീ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഓർത്ത് ആകുലപ്പെടുന്നു, എന്നെക്കുറിച്ച് എന്താണ് ഒന്നും ചോദിക്കാത്തത്? അപ്പോൾ ചിരിച്ചുകൊണ്ട് ഫൂസിയുടെ അടുത്ത് വന്ന് നിങ്കെ പറയുകയാണ്, ഞാൻ അങ്ങേക്ക് മസാജ് ചെയ്തു തരാം. ഫൂസി അപ്പോൾ പറയുന്നുണ്ട്, ഇനി എനിക്കൊന്നും ചെയ്തു തരണ്ട, എനിക്ക് വിഷമമായി. നിങ്കെ അപ്പോൾ ഫൂസിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴേക്കും സാങ്ങും എഴുന്നേൽക്കുന്നു. നിങ്കെ അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുകയാണ്, ഫൂസിയാണ് നമ്മളെ രക്ഷിച്ചത്, ഫൂസിയോട് നന്ദി പറയൂ. എന്നാൽ സാങ്ങും ഫൂസിയും പരസ്പരം പ്രത്യേക രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്കയ്ക്ക് മനസ്സിലാവുന്നില്ല. നിങ്കെ അപ്പോൾ ഫൂസിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പറയുകയാണ്, അവൾ പൂർണ്ണമായിട്ടും എഴുന്നേറ്റിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ റെസ്പോൺസ് ചെയ്യുന്നത്. അതിനുശേഷം സാങ് അതേപോലെ തന്നെ തിരിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. സാങ്ങും എന്തുകൊണ്ടാണ് അങ്ങനെ റെസ്പോണ്ട് ചെയ്തതെന്ന് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാകും. ഫൂസിക്കും സാങ്ങിനെ കുറിച്ച് കുറേ രഹസ്യങ്ങൾ അറിയാമെന്ന് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ എന്താണെന്ന് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ വീണ്ടും അവർ യാത്ര തുടരുന്നു. പിന്നെ സീമോ ലോങ്കിൻ രാജകുമാരൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, താങ് സാമ്രാജ്യം യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് തോന്നുന്നത്. ലോങ്കിൻ രാജകുമാരൻ പറയുകയാണ്, തീർച്ചയായും ഫൂസി സാങ്ങിനെ രക്ഷിച്ചതോടെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. സീമോ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആര് വിജയിക്കാനാണ് സാധ്യതയെന്ന്. ലോങ്കിൻ രാജകുമാരൻ പറയുകയാണ്, മിലിറ്ററിയുടെ കാര്യത്തിൽ ഏറ്റവും പവർഫുൾ ഷീലിംഗ് തന്നെയാണ്, പക്ഷേ അവരുടെ ഇടയിൽ ഒരു ഐക്യമില്ല. താങ് സാമ്രാജ്യത്തിൻ്റെ ഇടയിൽ അങ്ങനെയല്ല, അവരുടെ ഇടയിൽ ഐക്യം മാത്രമല്ല ഡിസിപ്ലിനുമുണ്ട്. അപ്പോൾ താങ് സാമ്രാജ്യത്തിൻ്റെ പക്ഷം ചേരാൻ പോവുകയാണോ എന്ന് സീമോ ചോദിക്കുമ്പോൾ ലോങ്കി രാജകുമാരൻ പറയുകയാണ്, ഇല്ല, ഷീലിങ്ങിൻ്റെ കൂടെ ഗോൾഡൻ ഹോർഡെ കൂടി ചേരുകയാണെങ്കിൽ അവർ പവർഫുള്ളായി തീരും. പിന്നെ ഷീലിങ്ങിനായിരിക്കും വിജയസാധ്യത. അതിന് ഗോൾഡൻ ഹോർഡയിലെ ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള ആ പെണ്ണിന് അതിനുള്ള ധൈര്യമുണ്ടോ എന്ന് സീമോ ചോദിക്കുമ്പോൾ ലോങ്കി രാജകുമാരൻ പറയുകയാണ്, അവൾക്ക് അതിനുള്ള ധൈര്യമില്ല, പക്ഷേ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് എന്തോ സിഗ്നല് അവൻ മുകളിലേക്ക് പുറപ്പെടുവിക്കുന്നു. അല്പം കഴിയുമ്പോൾ തന്നെ ഗോൾഡൻ ഹോർഡയിലെ കുറേ പട്ടാളക്കാർ അങ്ങോട്ട് വരികയാണ്. യുദ്ധത്തിന് വേണ്ടി ഗോൾഡൻ ഹോർഡയുടെ വലിയൊരു സഖ്യത്തെ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാജാവിൻ്റെ അടുത്തേക്ക് ഓടി ആകുലതയോടെ വരുന്ന ജനറൽ മായിനെയാണ്. ഷീലിംഗ് ഒരു വശത്ത് നിന്ന് ആക്രമണം തുടങ്ങി എന്ന ഈ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഓടി വന്നത്. അപ്പോഴും രാജാവിന് വിജയിക്കുമെന്ന നല്ല കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ ആർമിയുടെ മുമ്പിൽ അവർ ഒന്നുമല്ല എന്നാണ് രാജാവ് പറയുന്നത്. എന്നാൽ ജനറൽ മാ വിഷമത്തോടെ പറയുകയാണ്, എല്ലാം രാജാവ് പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നു. എന്നാൽ ഗോൾഡൻ ഹോർഡയുടെ എലൈറ്റ് ആയിട്ടുള്ള 1000 പട്ടാളക്കാരുടെ ആക്രമണമാണ് താങ് സാമ്രാജ്യത്തിന് റിട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നേരിടേണ്ടി വന്നത്. രാജാവ് അപ്പോൾ സംശയത്തോടെ ചോദിക്കുകയാണ്, ഗോൾഡൻ ഹോർഡയിലെ എലൈറ്റ് ആയിട്ടുള്ള 1000 പട്ടാളക്കാരുടെ ആക്രമണമോ?
അവൾക്ക് അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ജനറൽ മാ പറയുകയാണ്, അത് ലോങ്കിൻ രാജകുമാരന്റെ പ്രവർത്തികളാണ്. അതുമൂലം നമ്മുടെ വലിയൊരു സൈന്യം തന്നെ ഇല്ലാതാകാൻ പോവുകയാണ്. രാജാവ് അപ്പോൾ ചോദിക്കുകയാണ്, ഇത്രയൊക്കെ ചതി ചെയ്തിട്ടും അവൻ വീണ്ടും ഷീലിങ്ങിന്റെ കൂടെ ഒന്നു ചേർന്നോ? ജനറൽ മാ പറയുകയാണ്, അവൻ എന്തൊക്കെ തന്നെ ചെയ്താലും ഷീലിങ്ങിന്റെ പപ്പറ്റാണ് ലോങ്കിൻ രാജകുമാരൻ. രാജാവ് അപ്പോൾ പറയുകയാണ്, നമ്മുടെ കുറെ ആളുകളെ ഗോൾഡൻ ഹോർഡെ ട്രാപ്പിലാക്കിയിട്ടുണ്ടല്ലേ. നമ്മുടെ എലൈറ്റ് ആയിട്ടുള്ള കുറെ പട്ടാളക്കാരെ ഉപയോഗിച്ച് ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയി അവരെ രക്ഷിക്കുന്നതായിരിക്കും. നമ്മുടെ ആ പട്ടാളക്കാരെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട. എത്ര ദിവസം വേണം അവിടെ എത്താൻ? ഒരു ദിവസം എന്ന് മാ പറയുന്നു. എന്നാൽ രാജാവിനെ അവൻ പോകാൻ അനുവദിക്കുന്നില്ല. രാജാവിന്റെ ജീവനാണ് പ്രധാനപ്പെട്ടത്, നീ നിന്റെ ജീവൻ അപകടത്തിലാക്കരുത് എന്നൊക്കെ ജനറൽ മാ പറയുന്നു. മറ്റുള്ള പട്ടാളക്കാരും അത് കേട്ട് അത് തന്നെ പറയുന്നു. ജനറൽ മാ തന്നെ ഡയറക്റ്റ് ആയിട്ട് പൊക്കോളാം എന്നാണ് പറയുന്നത്. എന്നാൽ അതൊക്കെ കേട്ടിട്ടും രാജാവ് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ സില്ലി ആയാലോ? ഇവിടെ കുറെ യുദ്ധതന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കണം. ഒരു രാജാവിന് മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ. ഞാൻ ഇവിടുത്തെ സീനറി കാണാനൊന്നും വന്നതല്ല, യുദ്ധത്തിന് വന്നതാണ്. നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടണ്ട. അവസാനം അവർക്ക് അതിനോട് യോജിക്കേണ്ടി വന്നു. പിന്നെ രാജാവ് തന്റെ സർവ്വസന്നാഹങ്ങളോട് കൂടി യുദ്ധത്തിന് പോകുന്നതാണ് കാണിക്കുന്നത്. ഷിയാത്തിയ രാജ്ഞിയും മകനും ദൂരെ നിന്ന് അത് കാണുന്നുണ്ട്. മകൻ എത്രയൊക്കെ വിളിച്ചിട്ടും രാജാവ് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകില്ല. എന്തുകൊണ്ടാണ് ഫാദർ തിരിഞ്ഞു നോക്കാത്തതെന്ന് ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ ചോദിച്ചു കഴിയുമ്പോൾ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, അവൻ താങ് സാമ്രാജ്യത്തിന്റെ രാജാവാണ്. അവനാണ് താങ് സാമ്രാജ്യത്തിന്റെ വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ. രാജാവ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അത് അവന്റെ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. രാജാവ് ഒരിക്കലും വീക്കാകാൻ പാടില്ല. നിന്റെ ഫാദർ യുദ്ധം കഴിഞ്ഞ് വിജയിച്ച് തിരികെ വരും. പിന്നെ എന്തോ ഫുഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്കയെ കാണിക്കുന്നു. നിങ്ക പറയുകയാണ്, ഞാനും സാങ്സാങ്ങും ഇനി ജീവിതകാലം മുഴുവനും ഇവിടെ ആയിരിക്കുമോ? അത് ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഫൂസി പറയുകയാണ്, ആ അറവുകാരനും കുടിയനും ഒക്കെ കുറച്ചുനാൾ ഇവിടെയാണ് ഉണ്ടായത്. അവരുടെ സ്കില്ലുകളൊക്കെ ഇതുവഴി പഠിക്കാം. ഉടനെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഫൂസി പറയുകയാണ്, ഇത് യഥാർത്ഥത്തിലുള്ള മട്ടനല്ല, ഇതിന് ടേസ്റ്റ് ഇല്ല. അത് നിങ്ക ഉണ്ടാക്കിയതായിരുന്നു. നിങ്ക അടുത്ത് വന്ന് അത് കഴിച്ചു നോക്കിയിട്ട് പറയുകയാണ്, ഇത് മട്ടന്റെ പോലെ തന്നെയുണ്ടല്ലോ, ഈ ഫുഡിന് ഒരു കുഴപ്പവുമില്ല. അങ്ങനെയെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഫൂസി ആലോചിക്കുന്നു. സാങ്സാങ് കുറച്ച് മാറിയായി ഒറ്റയ്ക്ക് ഒരു മരത്തിന്റെ അടിയിലിരിക്കുകയായിരുന്നു. നിങ്ക പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഫൂസിക്ക് ഞാൻ സൂപ്പ് തരാം. ഫൂസി പറയുകയാണ്, എനിക്ക് സൂപ്പൊന്നും വേണ്ട. അത് സാങ്സാങ്ങിന് കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഫൂസി അങ്ങനെ പറഞ്ഞത്. നിങ്ക ഉടനെ തന്നെ ആ സൂപ്പ് സാങ്സാങ്ങിന് കൊടുക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ആകെ മന്നിച്ച ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു സാങ്സാങ്. സാങ്സാങ്ങിന് എന്ത് പറ്റിയെന്നറിയില്ല. ചുറ്റും നടക്കുന്നത് അവൾക്ക് ഒന്നും മനസ്സിലാകാത്തത് പോലെയായിരുന്നു. സൂപ്പ് കൊടുത്തിട്ട് പോലും അത് അവളുടെ കയ്യിൽ നിന്നില്ല, നിലത്ത് വീണുപോയി. നിങ്ക അപ്പോൾ ഫൂസിയുടെ അടുത്തേക്ക് വിഷമത്തോടെ വന്നിട്ട് ഇത് വലിയ പ്രശ്നമാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫൂസി അപ്പോൾ അതെ എന്നും പറയുന്നു. നിങ്ക ചോദിക്കുകയാണ്, അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ? ദേഷ്യത്തോടെ ഫൂസി പറയുകയാണ്, എപ്പോഴും ചെറുപ്പക്കാരെ കുറിച്ച് ഓർത്ത് മാത്രമേ നീ ആകുലപ്പെടുന്നുള്ളൂ. വയസ്സായ എന്നെ പോലെയുള്ളവരെ കുറിച്ചൊക്കെ ആരാകുലപ്പെടാനാണ്? എനിക്കെന്തെങ്കിലും പറ്റിയാൽ പോലും അവൾക്കൊന്നും പറ്റില്ല, ഞാൻ ഉറപ്പ് തരുന്നു. ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം പോലും എനിക്കിപ്പോൾ കിട്ടുന്നില്ല. ദേഷ്യത്തോടെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞ് വീണ്ടും യാത്ര തുടരുന്നു. എന്നാൽ യാത്ര തുടരുന്നതിന് മുമ്പ് പെട്ടെന്നൊരു ദർശനം കിട്ടിയതുപോലെ ഫൂസി പറയുകയാണ്, ഞാൻ ഇനി തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല. ഫൂസി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് കുറച്ച് എപ്പിസോഡുകൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെ അവർ ട്രാവൽ ചെയ്യുന്നത് നടന്നുകൊണ്ടാണ്. എനിക്ക് ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നു. ഫൂസി അതിനൊക്കെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഫൂസി ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ സാങ്സാങ്ങിന്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ കാണാം. ഹെവൻലി ഗോഡിനെയും തിയാനെ കുറിച്ചുമൊക്കെയാണ് ഫൂസി സംസാരിക്കുന്നത്. മനുഷ്യരെയാണ് തിയാൻ ഭക്ഷിക്കുന്നതെന്നാണ് ഫൂസി പറയുന്നത്. പ്രകൃതിയിലുള്ള ശക്തിയെ ഒരു ഏജന്റ് വഴി തിയാൻ അല്ലെങ്കിൽ ഹെവൻലി ഗോഡ് ഭക്ഷിക്കുന്നു. അത് മനുഷ്യരിലൂടെയാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് സാങ്സാങ് ഫൂസി ഒന്ന് നോക്കിയത്. പ്രകൃതിയുടെ ശക്തിയെയൊക്കെ മനുഷ്യൻ ആർജിക്കുന്നു. മനുഷ്യന്റെ ശക്തിയെ ആകട്ടെ ഡയറക്റ്റായിട്ട് ഹെവൻലി ഗോഡും. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ക പറയുകയാണ്, ഇതൊക്കെ ശരിക്കും ഭയപ്പെടുത്തുന്നു. ഹെവൻലി ഗോഡിന്റെ ഗിഫ്റ്റാണ് കൾട്ടിവേഷൻ എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതൊക്കെ ഇതിനു വേണ്ടിയായിരുന്നല്ലേ? ഹെവൻലി ഗോഡിനെ കുറിച്ച് ചുരുക്കം പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഫൂസി പറയുന്നത്. കൾട്ടിവേഷൻ ഇല്ലാത്ത മനുഷ്യർ ഹെവൻലി ഗോഡിന് ടേസ്റ്റ് ഇല്ലാത്ത മട്ടൻ പോലെയാണ്. ഞാൻ നേരത്തെ കഴിച്ചതുപോലെ പവർഫുൾ ആയിട്ടുള്ള കൾട്ടിവേറ്റേഴ്സ് ആണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ. ഹെവൻലി ഗോഡ് അവരെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഫൂസി എങ്ങനെയായിരിക്കുമെന്ന് നിങ്ക ചോദിക്കുന്നു. ഇതേ സമയം സാങ്സാങ് പെട്ടെന്ന് ഉത്തരം പറയുകയാണ്, ഫൂസി വളരെ ടേസ്റ്റാണ്. അത് കേട്ട് ഞെട്ടിപ്പോകുന്ന ഫൂസി ഒന്ന് വീഴാൻ പോകുന്നു. പ്രത്യേക രീതിയിൽ സാങ്സാങ്ങിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് ഫൂസി പറയുകയാണ്, നീ എന്താണ് ഉദ്ദേശിച്ചത്? ഫൂസി അതിനുശേഷം അവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ക സാങ്സാങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് പറ്റിയതെന്ന്. എന്നാൽ അതിനുത്തരം പറയാതെ സാങ്സാങ് പറയുകയാണ്, ഫൂസി പോയി. അതിനുശേഷം ഫൂസിയുടെ പുറകെ പോയി ആ കാർട്ടിൽ കയറുന്നു. അകത്ത് കയറി കഴിയുമ്പോൾ നിങ്ക വീണ്ടും ചോദിക്കുകയാണ്, ഹെവൻലി ഗോഡ് ഫൂസിയെ ഭക്ഷണമാക്കാതിരിക്കുന്നതിന് വേണ്ടി ഫൂസി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഫൂസി പറയുകയാണ്, അത് വളരെ ട്രിക്കി ആയിട്ടുള്ള പ്രോബ്ലമാണ്.
നിങ്കി അപ്പോൾ പറയുകയാണ് ഹെവൻലി ഗോഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഹെവൻലി ഗോഡിന് ഭക്ഷണമാക്കണമെങ്കിൽ പ്രകാശത്തെ ഭക്ഷണമാക്കിയാൽ പോരെ? ഫൂസി അപ്പോൾ ചോദിക്കുകയാണ് ഈ സൂര്യൻ ഫേക്ക് ആണെങ്കിലോ? നിങ്കി പറയുകയാണ് അതെങ്ങനെ ഫേക്ക് ആകും? സൂര്യൻ കിഴക്കുദിക്കുന്നോ പടിഞ്ഞാറ് അസ്തമിക്കുന്നോ? അതിനെ അടിസ്ഥാനമാക്കി കാലാവസ്ഥകളും വരുന്നു. ഫൂസി അപ്പോൾ പറയുകയാണ് നീ എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ആകുലപ്പെടുന്നത്? നിങ്കി അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ് എങ്ങനെ ആകുലപ്പെടാതിരിക്കും? ഫൂസി പറഞ്ഞു വരുമ്പോൾ എല്ലാം ഫേക്ക് ആണല്ലോ. ഞങ്ങളും അപ്പോൾ ഫേക്ക് ആണോ? സാങ്സാങ് ഉടനെ തന്നെ പറയുകയാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് നിർത്തൂ. എനിക്കറിയേണ്ടത് ഒന്ന് മാത്രം, നമ്മൾ അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതോ ഒരു സീൻ്റെ പേരാണ് ഫൂസി അപ്പോൾ പറയുന്നത്. സാങ്സാങ് പറയുകയാണ് അവിടുത്തെ ഫിഷിനെ എനിക്ക് ഇഷ്ടമാണ്. ശേഷം ഫൂസിയും സാങ്സാങ്ങും തറപ്പിച്ച് നോക്കുന്നു. നിങ്കയ്ക്ക് എന്തുകൊണ്ടാണ് അവരങ്ങനെ നോക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വീണ്ടും കുതിരവണ്ടി പുറപ്പെടുന്നു. പിന്നെ കാണിക്കുന്നത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന താങ് സാമ്രാജ്യത്തിലെ രാജാവിനെയും മറ്റുള്ള പട്ടാളക്കാരെയുമാണ്. എന്നാൽ കുതിരപ്പുറത്ത് കയറി വരുന്ന രാജാവ് നല്ല അവശതയിലായിരുന്നു. ജനറൽ മാ പറഞ്ഞപ്പോൾ മാത്രമാണ് സ്ഥലം എത്തിയത് പോലും രാജാവ് അറിഞ്ഞത്. രാജാവിന് നല്ലവണ്ണം പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഷിയാത്തിയ രാജ്ഞിക്കും മകനും മനസ്സിലാകുന്നു. ഉടനെ തന്നെ ഓടി തൻ്റെ ഫാദറിൻ്റെ അടുത്തേക്ക് വരികയാണ് ഷിയാത്തിയ രാജ്ഞിയുടെ മകനും ഷിയാത്തിയ രാജ്ഞിയും. കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങി കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞാണ് രാജാവും മായും ഒക്കെ നടക്കുന്നത്. എന്നാൽ മായ്ക്ക് അത്രയ്ക്കും പരിക്കൊന്നുമില്ല. ഷിയാത്തിയ രാജ്ഞിയും മകനും ആകുലതയോടെ രാജാവിൻ്റെ അടുത്തെത്തുന്നതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിയുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തുകൊള്ളുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഉടൻ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.